ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റംബുട്ടാൻ N80യുടെയും അതുപോലെ മാവിൻ്റെതും ബിഗ് സൈസ് തൈകൾ, അതായത് കായ്ച്ചതായിട്ടുള്ള 21 സൈസ് ഗ്രോ ബാഗിലുള്ള കായ്ച്ചതായിട്ടുള്ള തൈകളുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ N80യുടെ ഗ്രോ ബാഗിൽ കായ്ച്ചിട്ട് കാണുന്നില്ലേ, ഒരു 5-10 തൈകൾ മാത്രമേ നമ്മുടെ നഴ്സറിയിലുള്ളൂ. ഇത് വലിയ സൈസ്, അതായത് 3 വർഷമൊക്കെ പ്രായമായ തൈകളാണ് നമ്മുടെ സെയിലിനായിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സാപ്പ് നമ്പറാണ്. കണ്ടാൽ നിങ്ങൾ 21 സൈസ് ഗ്രോ ബാഗിൽ ഇങ്ങനെയാണ് തൈകൾ ഉണ്ടാകുക. ഇത് കണ്ടാൽ കായ്ച്ചിട്ട് കണ്ടാൽ നിങ്ങൾ 21 സൈസ് ഗ്രോ ബാഗിലുള്ള N80യുടെ തൈകളാണ് ഈ കാണുന്നത്. നന്നായിട്ട് എല്ലാ കമ്പിലും ഇത് അവിടെയൊക്കെ കായ്ച്ചിട്ട് കണ്ട. ഇതൊരു ഗ്രോ ബാഗിൽ കായ്ച്ചതാണ് ഈ കാണുന്നത്. N80യുടെ റംബുട്ടാൻ്റെ തൈകൾ പൂവിട്ടതും കായ്ച്ചതുമായിട്ടുള്ള തൈകളാണ് നമ്മുടെ ഈ നഴ്സറിയിലുള്ളത്. നമ്മുടെ ഈ നഴ്സറി ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരത്താണ്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് N80യുടെ ഇതെൻ്റെ നഴ്സറിയിൽ സെറ്റ് ചെയ്ത് ഇത് കണ്ട, നിങ്ങൾ കായ്ച്ചിട്ട് കണ്ട നിറയെ N80യുടെ തൈയാണ്. നമുക്ക് നമ്മുടെ ഈ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. ഇതൊരു 5 വർഷം മാത്രം പ്രായമായ തൈകളാണ്. ഇത് കണ്ട നിങ്ങൾ എല്ലാ ഭാഗത്തും കൊല കുത്തി കായ്ച്ചിട്ട് കാണുന്നതായി കാണുന്നത്. കണ്ടില്ലേ, എല്ലാ ഭാഗത്തും, ഇതിൻ്റെ മുകളിലെ ഭാഗത്തും എല്ലാ സൈഡിലും ഇതുപോലെ കായ്ക്കുന്ന ഒരു ഇനം തന്നെയാണ് നമ്മുടെ ഈ N80. നമ്മുടെ ഇവിടുത്തെ ഈ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതലായിട്ട് കായ്ക്കുന്ന ഒരു ഇനം തന്നെയാണ് N80. ഒരു തൈ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിലത്ത് സെറ്റ് ചെയ്ത് ഞാൻ എല്ലാ വർഷവും ഇതിൻ്റെ വിളവെടുപ്പും പരിചരണവും ഒക്കെ എൻ്റെ ഈ ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് 3 വർഷം മാത്രം പ്രായമായ ഒരു തൈയാണ്. ഇത് ഞാൻ നഴ്സറിയിൽ സെറ്റ് ചെയ്തതാണ്. ഞാൻ 2 തൈ ഞാനിത് N80യുടെ നഴ്സറിയിൽ സെറ്റ് ചെയ്തതാണ്. ഇത് ഈ വർഷം ആദ്യമായിട്ട് കായ്ച്ചതാണ്. ഇത് കണ്ട നിങ്ങൾ എല്ലാ ഭാഗത്തും. നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ വളപ്രയോഗവും പരിചരണമൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കിതുപോലെ കായ്ച്ച് കിട്ടുകയുള്ളൂ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ മുസമ്പിയുടെ 50 ലിറ്ററിൻ്റെ ഡ്രമ്മിലുള്ള സെറ്റ് ചെയ്ത ഒരു തൈയാണ്. ഇതും ഒരു സൈസ് ബിഗ് സൈസ് പ്ലാന്റാണ് ഈ കാണുന്നത്. കണ്ടാ നിങ്ങൾ, ഇതൊക്കെ നല്ല വലുപ്പത്തോടു കൂടി വരുന്ന ഒരു തൈയാണ്. നമ്മുടെ ഈ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഇനം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മുസമ്പി, അതുപോലെ വിയറ്റ്നാം മാൾട്ടയൊക്കെ. ഇതിൻ്റെയൊക്കെ ബിഗ് സൈസ് പ്ലാന്റുകളാണ് നമ്മുടെ ഈ നഴ്സറിയിലുള്ളത്. അതുപോലെ നമ്മുടെ J33, ഡാങ് സൂര്യ, അതുപോലെ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ ഒക്കെ വലിയ കായ്ച്ചതായിട്ടുള്ള തൈകൾ തന്നെ. ഇതൊക്കെ കായ്ച്ചതാണ്, ചക്ക പൊട്ടിച്ചെടുത്തതാണ്. ഇതിൻ്റെയൊക്കെ വലിയ കടവണ്ണമുള്ള തൈകൾ തന്നെയാണ് ഈ കാണുന്നത്. ഇതൊക്കെ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ ബിഗ് സൈസ് പ്ലാന്റ് ആണ്. അതുപോലെ മാവിൻ്റെ വെറൈറ്റികൾ, ഇത് കുളമ്പിൻ്റെ ഒരിനാണ്. 21 സൈസ് ഗ്രോ ബാഗിലുണ്ട്. കുളമ്പിൻ്റെ മാങ്ങ കായ്ച്ചിട്ട് കണ്ടാൽ നിങ്ങൾ. ഇത് നമ്മുടെ ബിഗ് സൈസ് തൈകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ കുളമ്പിൻ്റെ തൈകൾ. അതുപോലെ മിയാസാക്കിയുടെ തൈകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ബിഗ് സൈസ് 21 സൈസ് ഗ്രോ ബാഗിലുള്ള 3-4 വർഷമായിട്ട് പ്രായമുള്ള. ഇത് ബനാനയുടെ ഒരു തൈയാണ്. ഇത് 4 വർഷം പ്രായമുള്ള. ഇതും 21 സൈസ് ഗ്രോ ബാഗിലുള്ള തൈകളാണ്. ഇതൊക്കെ പൂവിട്ട തൈകളാണ്. ഇതൊക്കെ പാക്കറ്റിൽ നിന്ന് മാറ്റി നമ്മളൊരു ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കൂടുതലായിട്ടും കായ്ച്ച് കിട്ടുകയുള്ളൂ. ഇപ്പം നമുക്ക് ഈ പാക്കറ്റിലേക്ക് ഇതിന് വേര് വളർച്ചയ്ക്ക് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 മാങ്ങകളെ നമുക്ക് ഈ പാക്കറ്റിൽ നിന്ന് കിട്ടുകയുള്ളൂ. നമുക്കിത് ഡ്രമ്മിലേക്ക് മാറ്റി നല്ല രീതിയിൽ നല്ല വളപ്രയോഗവും ജൈവവളവും ചാണകപ്പൊടി, എല്ലുപൊടിയും വേപ്പിണ്ണൊക്കെ കൊടുത്ത് ഒരു ഡ്രമ്മിലേക്ക് മാറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അടുത്ത വർഷം മുതൽ നന്നായിട്ട് കായ്ക്കുന്നൊരു തൈകൾ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ബിഗ് സൈസ് തൈകളുണ്ട്. നമ്മുടെ നാംഡോക്കുമായി, ബനാന, കാലാപ്പാടി, അതുപോലെ R2E2, അതുപോലെ നമ്മുടെ ഗ്രീൻ ഐവറി, റെഡ് ഐവറി, ഇതിൻ്റെയൊക്കെ കാണുന്നത്. ഇതിൻ്റെയൊക്കെ ബിഗ് സൈസ് തൈകൾ നമ്മുടെ ഈ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ബിഗ് സൈസ് തൈകൾ തന്നെ നമ്മുടെ ഈ 30 സൈസ് ഗ്രോ ബാഗിലും അതുപോലെ ഡ്രമ്മിലും ഫുൾ ഡ്രമ്മ് മുറിച്ച് നമ്മുടെ പകുതിയാക്കി, അതായത് 100 ലിറ്ററിൻ്റെ ഡ്രമ്മിലേക്കും സെറ്റ് ചെയ്ത നമ്മുടെ ബിഗ് സൈസ് തൈകളാണ് ഇനി പരിചയപ്പെടാനുള്ളത്. ഇത് നമ്മുടെ നാസിക് പസന്തിൻ്റെ ഒരു തൈയാണ്. ഇത് കായ്ച്ചിട്ടുണ്ട് കണ്ട. ഇത് നന്നായിട്ട് നമുക്ക് ഡ്രമ്മിലും ചട്ടിയിലൊക്കെ കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു തൈകൾ തന്നെയാണ്. അതുപോലെ ഈ കാണുന്നത് ഹിമാ പസന്തിൻ്റെ ഒരു തൈയാണ്. ഇതും നമ്മൾ ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്തതാണ്. അതുപോലെ ഇത് കാണുന്നത് ചന്ദ്രക്കാരൻ്റെ ഒരു തൈയാണ്. ഇതൊക്കെ കായ്ച്ചിട്ടുണ്ട് കണ്ട. ഇതൊക്കെ ചന്ദ്രക്കാരൻ്റെ നമ്മുടെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത തൈകളാണ്. നമുക്ക് ഇതുപോലുള്ള തൈകൾ നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് നമ്മുടെ ഈ നാംഡോക്കുമായി, അതുപോലെ കാലാപ്പാടി, ഇങ്ങനെയുള്ള തൈകൾ, കുളമ്പ്, അതുപോലെ ബനാന മാവ്. ഇതൊക്കെ ബിഗ് സൈസ് പ്ലാന്റുകളാണ്. ഇതൊക്കെ നമ്മുടെ ബനാനയുടെ തൈകൾ, അതുപോലെ കുളമ്പിൻ്റെത്, അതുപോലെ നമ്മുടെ കാട്ടുമണ്ണിൻ്റെത്. ഇത് കണ്ടാൽ നിങ്ങൾ നമ്മുടെ ഒരു കാട്ടുമണ്ണിൻ്റെ ഒരു തൈയാണ് ഈ കാണുന്നത്. ഇതൊക്കെ 3 വർഷം മാത്രം പ്രായമായ തൈകളാണ്. ഇത് കണ്ടാൽ നന്നായിട്ട് കായ്ച്ചിട്ട് കണ്ടാൽ നിങ്ങൾ. നല്ല രീതിയിൽ നമുക്ക് കായ്ക്കുന്ന ഒരു ഇനം തന്നെയാണ് നമ്മുടെ ഈ കാട്ടിമുണ്ട മാങ്ങ. ഇതുപോലെ നന്നായിട്ട് നല്ല സീറ്റുള്ളൊരു മാങ്ങ തന്നെയാണ്, നല്ല മധുരമുള്ളൊരു മാങ്ങ തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ക്കും. ഇതുപോലെ ഇത് കണ്ട, ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്തതാണ്. കണ്ടാൽ നിങ്ങൾ നന്നായിട്ട് തന്നെ പൂക്കുകയും കായ്ക്കുകയും നല്ല രീതിയിൽ തന്നെ
മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇതാ ഈ ഭാഗത്തൊക്കെ നമുക്ക് തൂങ്ങിക്കിടപ്പ് കാണാം. ഇതൊക്കെ ഒരു 100 ലിറ്ററിൻ്റെ ഡ്രമ്മും മതി. നമുക്ക് സ്ഥലമില്ലെങ്കിലും ഇതുപോലെ നമുക്ക് വീട്ടിൻ്റെ മുറ്റത്തോ ടെറസിൻ്റെ മുകളിലോ ഒക്കെ ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് നമ്മുടെ ഈ കാട്ടിമണ്ണ്. അതുപോലെ നിങ്ങളിത് കണ്ട ഒരു അര ഡ്രമ്മിൽ വെച്ച ഒരു തെയ്യാണ് ഈ കാണുന്നത്. നാംഡോക്കുമായിട്ട് ഒരു തെയ്യാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മാങ്ങയുടെ വലിപ്പം കണ്ട 4 മാങ്ങയാണ് ഇവിടെ കുലച്ച് നിൽക്കുന്നത്. നന്നായിട്ട് മാങ്ങയുടെ വലിപ്പം കണ്ട. ഇത് നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു മാങ്ങ തന്നെയാണ് നമ്മുടെ ഈ നാംഡോക്കുമായി. നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. ഇതൊരു 3-3.5 വർഷം മാത്രം പ്രായമായ ഒരു തെയ്യാണിതാ. ഇതിൻ്റെ പൂക്കൾ കണ്ട. ഇത് ഓരോ ഭാഗത്ത് കണ്ണിമാങ്ങയാകുന്നുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കുന്നുമുണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഒരു കോട്ടൂർ കോണത്തിൻ്റെ ഒരു മാങ്ങയാണ്. ഇതും കണ്ട കണ്ണിമാങ്ങ കണ്ട, നല്ലൊരു മാങ്ങയാണ് കോട്ടൂർ കോണം. കോട്ടൂർ കോണം നമ്മുടെ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു മാങ്ങയാണ്. ഒക്കെ ഡ്രമ്മ് മതി, ഡ്രമ്മിൽ തന്നെ ഇഷ്ടംപോലെ മാങ്ങ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് നമ്മുടെ ഈ കോട്ടൂർ കോണം. അതുപോലെ ഇത് കാലാപ്പാടിയുടെ ഒരു തെയ്യാണ് ഈ കാണുന്നത്. ഇതും ഒരു ഫുൾ ഡ്രമ്മ് മുറിച്ച് പകുതിയാക്കി അതിൽ സെറ്റ് ചെയ്തതാണ്. മാങ്ങ കണ്ട. അതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത ഒരു ഇനാണ് നമ്മുടെ ഈ ഉമ്മർ ചാമ്പ. ഉമ്മർ ചാമ്പ നല്ല മധുരമുള്ളൊരു ചാമ്പയാണ്. നമ്മുടെ ചാമ്പയിൽ ഏറ്റവും നല്ലൊരു ചാമ്പ നമ്മുടെ ദൽഹരി ചാമ്പ, ഉമ്മർ ചാമ്പയൊക്കെയാണ്. ഇതൊക്കെ അതിൻ്റെയൊക്കെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത ബിഗ് സൈസ് പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ നിങ്ങൾ, പൂത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ഈ വർഷം ഇതിനകത്തുനിന്ന് പൊട്ടിച്ചെടുത്തതാണ്. ഈ ഭാഗത്തൊക്കെ ചാമ്പയായിട്ടുണ്ട് കണ്ട. നല്ല സ്വീറ്റാണ് ഉമ്മർ ചാമ്പ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാമ്പ തന്നെയാണ്. അതുപോലെ നമ്മുടെ വിയറ്റ്നാം മാൾട്ടയുടെ ഒക്കെ ചട്ടിയിൽ സെറ്റ് ചെയ്ത ഒരു തെയ്യാണ്. ഇതും കായ്ച്ചിട്ടുണ്ട് കണ്ട. ചട്ടി മതി ഇതിനൊക്കെ കായ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വിയറ്റ്നാം മാൾട്ട മുസമ്പിയാണ് ഈ കാണുന്നത്. അതിൻ്റെയൊക്കെ തൈകളാണ്, ചട്ടിയിൽ സെറ്റ് ചെയ്ത തൈകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ നമ്മുടെ ബനാന സപ്പോട്ടയുടെ തൈകൾ ഇതും ചട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് ഇത് കണ്ട. ഇതൊക്കെ നന്നായിട്ട് ബനാന സപ്പോട്ട നല്ല പഴം രൂപത്തിൽ വരുന്ന ഒരു സപ്പോട്ട ഇനമാണ് നമ്മുടെ ഈ ബനാന സപ്പോട്ട. അതുപോലെ നന്നായിട്ട് നല്ലൊരു മധുരമുള്ള ഒരു ഇനം തന്നെയാണ് നമ്മുടെ ഈ ബനാന സപ്പോട്ട. ഈ കാണുന്നത് നമ്മുടെ ജബോട്ടിക്കാബയാണ്. ബ്രസീലിയൻ ഫ്രൂട്ട്സായ നമ്മുടെ മരമുന്തിരിയാണ് ഈ കാണുന്നത്. അതായത് പ്രക്കോശി ഇനത്തിൽപ്പെട്ട നമ്മുടെ ജബോട്ടിക്കാബയുടെ പ്ലാന്റാണ് നിങ്ങളുടെ ഈ കായ്ച്ചിട്ട് കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊരു 50 ലിറ്ററിൻ്റെ ഡ്രമ്മിൽ വെച്ചതാണ്. നമുക്കൊരു ജബോട്ടിക്കാബ പ്ലാന്റ് നമുക്കൊരു ചട്ടിയോ ഒരു ഡ്രമ്മോ ചെറിയൊരു ഡ്രമ്മോ ആയാലും നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് നമുക്ക് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ഇനം ഫ്രൂട്ട്സ് പ്ലാന്റാണ് നമ്മുടെ ഈ ജബോട്ടിക്കാബ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഇഷ്ടംപോലെ. നമുക്കിത് ഓൾ സീസണാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇത് ഓൾ സീസണാണ്. നമുക്ക് മഴക്കാലങ്ങളിൽ 1-2 മാസങ്ങളിൽ മാത്രമേ ഇത് ഫ്രൂട്ട്സ് ഇല്ലാതെയുള്ളൂ. ബാക്കി എല്ലാ സമയങ്ങളിലും നമുക്കിത് 1 മാസം നമുക്ക് ഇടവേളകളിൽ തന്നെ നമുക്കിത് പറിച്ച് അതിനുശേഷം ആദ്യം പൂവുണ്ടാവും. അത് 1 മാസം കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 250 രൂപ മുതൽ ഇതിൻ്റെ തൈകൾ നമ്മുടെ ഗാർഡനിൽ ലഭ്യമാണ്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് ജബോട്ടിക്കാബയുടെ ചെറിയ തൈകളാണ്. 250 രൂപ മുതൽ വരുന്ന തൈകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെയൊക്കെ തൈകൾ അവൈലബിൾ ആണ്, ഇഷ്ടംപോലെയുണ്ട് ഇതിൻ്റെയൊക്കെ തൈകൾ. നമ്മുടെ റെഡ് ഹൈബ്രിഡ്, പ്രിക്കോഷി, എസ്കാർലറ്റിൻ്റെ ഒക്കെ തൈകളാണ്. ഇത് കൊറിയറായിട്ട് നമുക്ക് അയച്ചു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ വാട്സാപ്പ് നമ്പറാണ്. അപ്പം എൻ്റെ ഈ നഴ്സറി ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരത്താണ്. അതുപോലെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഞാൻ മദർ പ്ലാന്റുകളാണ്. ഇതിൽ നിന്നാണ് ഞാൻ തൈകൾ ഉണ്ടാക്കി വേര് പിടിപ്പിച്ച് ഞാൻ സെയിലിന് വിടുന്നത്. അപ്പം നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വേര് പിടിപ്പിച്ച തൈകളും ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വേര് പിടിപ്പിച്ച തൈകൾക്ക് വരുന്നത് ഒരു തൈകൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. ഇപ്പോൾ പൂക്കാനും കായ്ക്കാനും ആയിട്ടില്ല, നമുക്കൊരു മെയ് പകുതിക്കോടുകൂടി നമുക്കിത് പൂക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.